വണ്ടി എടുത്തിട്ട് പെട്ടു എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നായിരുന്നു. ഒരു ട്രയംഫ് എടുക്കാൻ നിൽക്കുന്ന ഒരു മിഡിൽ ക്ലാസ്സുകാരന്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കുറെ ചോദ്യങ്ങൾ ഉണ്ടാവും. അതിനുള്ള ഉത്തരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ജെനുവിൻ ഓണർഷിപ്പ് റിവ്യൂ മാത്രമായിരിക്കും ഇത്. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ മാത്രം കാണുക. സോ നമുക്ക് എന്തായാലും ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. വണ്ടി ഇപ്പൊ എടുത്തിട്ട് ഏകദേശം കറക്റ്റ് പറയുകയാണെങ്കിൽ 9 മാസം ഉണ്ടാവും. എത്രയായിരുന്നു ഓൺ റോഡ് പ്രൈസ്? എത്രയാണ് അന്നെടുത്തപ്പോ 3,25. EMI ആയിട്ടാണ് എടുത്തത്? EMI ആയിട്ട് എടുത്തത്. EMI എത്ര അടവ് തന്നെ ഉണ്ടാവും? എനിക്ക് 7,655. 1 lakh ഡൗൺ പേയ്മെന്റ് അടച്ചിട്ട് 7,000 സംതിങ് EMI ആണ്. ഓക്കെ. സർവീസും കാര്യങ്ങളൊക്കെ ഇപ്പൊ നിലവിൽ എത്ര സർവീസ് കഴിഞ്ഞു? എന്റെ ഇപ്പൊ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഒരു ജനറൽ ചെക്കപ്പ് കഴിഞ്ഞ്. നമുക്ക് സ്പീഡ് 400 ട്രയംഫിന്റെ വണ്ടികളുടെ വേറെ ഒരു പ്രത്യേകതയാണ്, നമുക്ക് സർവീസ് മറ്റുള്ള വണ്ടികളെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം വലിയൊരു ടൈം പീരീഡ് കഴിഞ്ഞിട്ടാണ് സർവീസ് ഒക്കെ വരുന്നത്. ഫസ്റ്റ് സർവീസിന് എത്ര കോസ്റ്റ് ആയി? എനിക്ക് 2,800 സംതിങ്. 2,800 ആണ് ഫസ്റ്റ് സർവീസിന് കോസ്റ്റ് വന്നിട്ടുള്ളത്. ഇപ്പൊ നിലവിൽ എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട് വണ്ടി? ഇപ്പൊ വണ്ടി 6,970. ഫസ്റ്റ് സർവീസ് എത്രയിലായിരുന്നു? അത് 1000. ഇപ്പൊ നെക്സ്റ്റ് സർവീസ് വരുന്നത് അപ്പോ 10,000 കിലോമീറ്റർ കഴിയുമ്പോഴല്ലേ? 10,000 കഴിഞ്ഞിട്ട് സെക്കൻഡ് സർവീസ് വരുന്നത് 15,000 കിലോമീറ്റർ. 15,000 കിലോമീറ്റർ. ഇപ്പൊ നിലവിൽ ഇപ്പൊ 6,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. അതിന്റെ ഇടയ്ക്ക് ഒരു 4,000 കിലോമീറ്റർ കൂടുമ്പോ ജനറൽ ചെക്കപ്പ്, അതായത് എഞ്ചിൻ ഓയിൽ പറഞ്ഞിട്ടുണ്ടോ, കൂളന്റ് പറഞ്ഞിട്ടുണ്ടോ എന്ന് പറയാൻ വേണ്ടി ജസ്റ്റ് ചെക്കപ്പ്. ജനറൽ. അപ്പൊ നമുക്ക് ജനറൽ സർവീസിന് നോർമലി ഒരു എത്ര ചാർജ് ചെയ്യാറുണ്ട്? എനിക്ക് കഴിഞ്ഞത് ആയത് 460. സ്പീഡ് 400ന്റെ മെയിൻ്റെനൻസ് അത്യാവശ്യം നല്ല രീതിക്ക് ഹൈ ആണോ എന്നുള്ള ഒരുപാട് പേർക്ക് ഡൗട്ട് തോന്നാറുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു റിവ്യൂല് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം മെയിൻ്റെനൻസ് വലിയ കാര്യമായിട്ട് പ്രശ്നമുള്ള ഒരു കാര്യമല്ല. കാരണം ഫസ്റ്റ് സർവീസ് വരുന്നതിൽ ഒരു 2,000 സംതിങ് ആണ് കോസ്റ്റ് വന്നിട്ടുള്ളൂ. പിന്നെ സെക്കൻഡ് സർവീസ് 15,000 കിലോമീറ്ററിലാണ്. അതിനും വലിയൊരു കാരണം നമ്മുടെ വണ്ടികളെല്ലാം 5,000 കിലോമീറ്റർ ചെയ്യുമ്പോൾ ഇത് 15,000 സെക്കൻഡ് സർവീസ് വരുന്നത്. ആ ഒരു പീരീഡ് വെച്ചിട്ടാണ് ഇതിന്റെ ടൈമിംഗ് വരുന്നത്. പിന്നെ നമ്മുടെ നോർമൽ ജനറൽ സർവീസ് ആണെങ്കിൽ പോലും 400-500 മാത്രമാണ് സർവീസ് വരുന്നുള്ളൂ. സോ നമ്മൾ നോർമൽ ഒരു 400cc സർവീസും വെച്ച് നോക്കുമ്പോൾ ഇതും വെച്ച് നോക്കുമ്പോൾ ട്രയംഫിന്റെ എക്സ്പെൻസീവ് സർവീസ് ആണ് ഒരുപാട് പേര് തെറ്റിയിരിക്കുന്നുണ്ട്. സോ സ്പീഡ് 400ന് അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സർവീസ് അല്ല. എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യമാണ്. എത്ര മൈലേജ് കിട്ടുന്നുണ്ട്? എനിക്കിപ്പോ 30 കിട്ടുന്നുണ്ട്. അതായത് മാക്സിമം ആണോ ആവറേജ് ആണോ? അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഞാൻ സ്റ്റേ ചെയ്യണത് എറണാകുളത്താ. വീട് വന്നത് കോതമംഗലത്തും. അപ്പൊ ആഴ്ചയില് വീട്ടിലേക്ക് വരും. അപ്പൊ അതിന് മാത്രം വണ്ടി ഇപ്പൊ ഇങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള എറണാകുളത്തു നിന്ന് വീട്ടിലേക്കും വീട്ടിൽ നിന്ന് എറണാകുളത്തേക്കും പിന്നെ ചെറുതായിട്ട് അവിടെ ഏരിയയില് ചെറുതായിട്ടൊന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോ 30 എനിക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ അന്നൊരു മൈലേജ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് കിട്ടിയത് 24 പിന്നെ പയ്യെ ഇമ്പ്രൂവ് ആയി കൂടി വരുന്നുണ്ട്. കാരണം നമ്മൾ അന്ന് ഒരു മൈലേജ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് പേര് ഭയങ്കര കുറവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞത് പുതിയ വണ്ടിയാണ്, വണ്ടി റെഡിയായി വരുന്നുള്ളൂ. ഇപ്പൊ എന്നിട്ട് ഏകദേശം ഒരു ആവറേജ് 30 മൈലേജ് കിട്ടുന്നുണ്ട്. മാക്സിമം എത്ര കിട്ടിയിട്ടുണ്ട്? 30 മേലെ കിട്ടിയിട്ടുണ്ടോ? അത് കിട്ടിയിട്ടുണ്ട്. എന്റെ ചേട്ടൻ ഒരു ദിവസം വണ്ടി എടുത്തോണ്ട് പോയായിരുന്നു. അന്നേരം പുള്ളി ഓടിച്ചപ്പോ 34 കിട്ടിയെന്നാണ് പുള്ളി പറഞ്ഞത്. സ്പീഡ് 400 ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഒറ്റ ലൈനിൽ ഒരു കാര്യം പറയുവാണെങ്കിൽ എന്താണ് സ്പീഡ് 400 ചൂസ് ചെയ്യാൻ കാരണം? നല്ല കംഫർട്ട്, നല്ല പവർ. ഞാൻ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ഓടിച്ചപ്പോ ഇഷ്ടപ്പെട്ടെടുത്ത, എനിക്കിത് എടുക്കണമെന്ന് താല്പര്യം ഉണ്ടായിട്ട് പോയതല്ല. ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ഓടിക്കാൻ വേണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ ഞാൻ ഡ്യൂക്കിന്റെ അഡ്വഞ്ചർ 250 390 പുതിയ മോഡൽ ഇറങ്ങിയ ടൈമില് ആ ടൈമിൽ അത് എടുക്കാൻ വേണ്ടി പോയതാ. അന്നേരം അതിന് വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വൈബ്രേഷൻ ഉള്ള വണ്ടിയോട് താല്പര്യമാണ്. പിന്നെ എല്ലാരും പറഞ്ഞു അത്ര സീസി ഉള്ള വണ്ടിക്ക് എന്തായാലും വൈബ്രേഷൻ ഉണ്ടാവും, അതൊന്നും കാര്യമാക്കണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ എനിക്ക് കുറെ ട്രിപ്പ് പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ പർപ്പസിന് പറ്റിയ ഒരു അഡ്വഞ്ചർ ബൈക്കാന്ന് വിചാരിച്ച് എടുക്കാൻ വേണ്ടി പോകാം. പിന്നെ എന്റെ ലിസ്റ്റില് SD-യും അഡ്വഞ്ചറും അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ആ ഷോറൂമിൽ അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ ഡ്യൂക്ക് എടുക്കുന്ന ടൈമിൽ അതിന്റെ പേപ്പർ കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് എന്റെ ചേട്ടൻ പുള്ളിയും കൂടി വന്നിട്ട് ഓടിച്ചിട്ട് കൺഫേം പറയാന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനും കൂടി ഉണ്ടായിരുന്നു. അന്നേരം വൈറ്റിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ തന്നെയായിരുന്നു ട്രയംഫിന്റെ ഷോറൂം. അപ്പൊ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചേക്കാന്ന് പറഞ്ഞ് ഇതൊന്ന് അടിച്ചു നോക്കിയതാ. ഞാൻ ആദ്യം ഓടിച്ച് സ്പീഡ് 400 T4 ഓടിച്ചേ. T4 അത് ഞാൻ ഓടിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് വൈബ്രേഷൻ ഒന്നും തോന്നിയില്ല. സാധാ സിറ്റി യൂസിനും പറ്റുന്നുണ്ട്. സ്പീഡ് 400 അതിനേക്കാളും കുറച്ച് ഒതുങ്ങിയ വണ്ടിയാണ് T4. അത് നമുക്ക് ഓടിക്കുമ്പോൾ അതിന്റെ ഫീല് കിട്ടുന്നുണ്ട്. അപ്പോൾ T4 ഓടിച്ചപ്പോൾ വൈബ്രേഷൻ ഒന്നും കിട്ടിയില്ല. അത്യാവശ്യം പവറും ഉണ്ട്, മാനേജബിൾ ആണെന്ന് അവരെ ഷോറൂമിൽ നിന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ അത് ചെയ്യാന്ന് പറഞ്ഞ് നമ്മൾ ആ T4ന്റെ പേപ്പർ വർക്കൊക്കെ നമ്മളിങ്ങനെ സൈൻ ചെയ്യാന്നുള്ള മട്ടിലിരിക്കുമ്പോഴാണ് ഈ സ്പീഡ് 400ന്റെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി അവിടെ കൊണ്ട് വെക്കണത്. അന്നേരം ഇത് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കിയതാ. അന്നേരം വണ്ടി എടുത്തപ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം മനസ്സിലായി. അത്രയും വണ്ടിയൊക്കെ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് നമ്മൾ ഈ വണ്ടിയിലേക്ക് വന്നപ്പോൾ ഒരു പവറിന്റെ ശരിക്കും ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലായി. അത് റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ലോയിൽ ഓടിച്ച് മിഡിൽ ഓടിച്ച് ഹൈയിൽ ഓടിച്ചാണ് ടെസ്റ്റ് ചെയ്യണത്. എല്ലാത്തിലും കംഫർട്ടബിൾ ആണെന്ന് പറയും. അന്നേരം ഇത് ലോയിൽ ഓടിച്ചിട്ടും ഹൈയിൽ ഓടിച്ചിട്ടും മിഡിൽ ഓടിച്ചിട്ടും നമുക്ക് വൈബ്രേഷൻ കാര്യമൊന്നും അടിക്കുന്നില്ല. നല്ല ത്രോട്ടിൽ റെസ്പോൺസും ഉണ്ട്, നല്ല രീതിയിൽ കയറുന്നുണ്ട്. ആ ഫസ്റ്റ് ഇംപ്രഷനിൽ സെറ്റ് ചെയ്തതാ.
ഫസ്റ്റ് ബൈക്ക് തന്നെ ഒരു 400cc കയറിയപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയോ, അത് ബിഗിനേഴ്സിന് സജസ്റ്റ് ചെയ്യോ, ആസ് എ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിട്ട് മാത്രം പറഞ്ഞു. എനിക്ക് വണ്ടി എടുത്തപ്പോ തന്നെ നല്ലൊരു പവർ ഉണ്ടായിരുന്നു, ഒട്ടുക്കത്തെ പവർ ആയിരുന്നു. എല്ലാരും പറഞ്ഞു നേരെ പോയി 400 കയറണം എന്നുള്ള മട്ടിൽ പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ഇങ്ങനെ ഫ്രണ്ട് ആയിട്ട് ഇങ്ങനെ എടുത്തിട്ട് നേരെ ഒന്ന് പൊളിച്ചു ഓടിക്കല്ല, ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ഓടിച്ച് റെഡി ആവാന്നുള്ള ഒരു രീതിയാണെങ്കിൽ ഇതെടുക്കണേ കുഴപ്പമില്ല. അല്ലാണ്ട് ഈ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരു ഡ്യൂക്കിന്റെ 390 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആക്സിഡന്റ് ആവാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ അത് കുറച്ച് പവർ കൂടുതലാണ്, ഒരു അഗ്രസീവ് മൈൻഡ് ആണത്. സ്പീഡ് 400 എടുക്കുന്നതിന് മുന്നേ ഒരുപാട് വണ്ടികൾ ലിസ്റ്റിലുണ്ടായിരുന്നല്ലോ. അത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് വണ്ടികൾ നമ്മുടെ ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ എന്നാലും മെയിൻ ആയിട്ട് ഒരു ഫൈനൽ കോളിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ സ്പീഡ് 400 അല്ലാതെ മനസ്സിലെടുക്കാൻ ഒരു പ്ലാനിലുണ്ടായിരുന്ന ഒരു 3 വണ്ടികളായിരിക്കും. ഞാൻ SD അഡ്വഞ്ചർ, പിന്നെ നമ്മുടെ ഡ്യൂക്കിന്റെ 250 അഡ്വഞ്ചർ 250, പിന്നെ വേറെ അങ്ങനെ വന്നിട്ടില്ല. പിന്നെ ഹിമാലയത്തിൽ നോക്കിയായിരുന്നു. ഹിമാലയന്റെ സൈസ് വെച്ച് അതെനിക്ക് മാച്ച് ആയിട്ട് തോന്നിയില്ല. ഇപ്പൊ ഒരു 9 മാസം യൂസ് ചെയ്തല്ലോ, എടുത്തു കഴിഞ്ഞിട്ട് വേറൊരു വണ്ടി എടുക്കാമായിരുന്നു എന്നൊരു തോട്ട് വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത വണ്ടിയിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളതിന്റെ ഒരു അർത്ഥം അതാണ്. 9 മാസത്തെ യൂസർ എക്സ്പീരിയൻസിൽ വണ്ടിയിൽ തോന്നിയ കുറച്ച് പോസിറ്റീവ്സും അതുപോലെ തന്നെ നെഗറ്റീവ്സും പെട്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക? ഫസ്റ്റ് നെഗറ്റീവ് ആണോ അത് പോസിറ്റീവ്? ഫസ്റ്റ് നെഗറ്റീവ് പറഞ്ഞു. നെഗറ്റീവ് എന്ന് വെച്ചാൽ ഇപ്പൊ സാധാ ഒരു മിഡിൽ ക്ലാസ്സിൽ ആയിട്ടുള്ള ആളാണെങ്കിൽ, അതായത് എന്റെ ഒരു സാലറി വെച്ച് എനിക്കിത് മാനേജ് ചെയ്യാന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിട്ടാണ് ഇതെടുത്തത്. ട്രെയിൻ പോലത്തെ ഒരു വണ്ടി എടുത്തത്. എനിക്ക് ദിവസം ഒരു മാസമൊക്കെ 2 മാസമൊക്കെ ഒരു ചെറിയൊരു ടൈറ്റ് വന്നായിരുന്നു. ടൈറ്റ് വന്നപ്പോ ഇതിന് പെട്രോൾ അടിക്കാൻ കുറച്ച് ഷോക്കായിട്ട് തോന്നി. മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളെ, നമ്മുടെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളായതുകൊണ്ട് നമുക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് ഒരു ഡൗട്ടാണ്, ഇന്നൊരു വണ്ടി എടുത്ത് നമുക്ക് അഫോർഡബിൾ ആവുമോ അല്ലെങ്കിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു വണ്ടി എടുക്കുക നമുക്ക് വരും. പക്ഷെ വണ്ടി എടുത്തിട്ട് ആ ഒരു വണ്ടിയുടെ മെയിൻറ്റെനൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അഫോർഡബിൾ ആണോ എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അങ്ങനെയുള്ളൊരു കേസിലോട്ട് വരുമ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി മാത്രമല്ല, കുറച്ച് നമുക്ക് മെയിൻ്റെനൻസ് ആവശ്യമുള്ള വണ്ടികൾ, മെയിൻ്റെനൻസ് മാത്രമല്ല പെട്രോൾ എക്സ്പെൻസും അത്യാവശ്യം മന്ത്ലി വരുന്ന ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ജോലി അല്ലെങ്കിൽ നമ്മുടെ ഒരു റവന്യൂ കൂടി ഇതിൽ ബാധകമായിരിക്കും. ഇത് ഞാൻ അന്ന് ഇമ്പാക്ട് ആവില്ല എന്ന് ഓർത്താണ് എടുത്തത്. പക്ഷെ എനിക്കിപ്പോ പ്രതീക്ഷിക്കാതെ കുറച്ച് ടൈറ്റ് ആയപ്പോ ഇത് എനിക്ക് മൈലേജ് ഷോക്കായിട്ട് തോന്നിയായിരുന്നു. അതായത് ഇപ്പൊ 30 കിട്ടുന്നത് ഈ 30 കിട്ടിയാൽ പോരായിരുന്നു, 30 കൂടുതലുള്ള ഏതെങ്കിലും വണ്ടി എടുത്താൽ മതിയായിരുന്നു എന്നെനിക്കൊരു അന്നൊരു ശരിക്കും ടൈറ്റ് ആയ ഒരു 2 മാസം ഉണ്ടായിരുന്നു. ആ ചെളി നല്ല രീതിയിൽ തെറിക്കുന്നുണ്ട്. മഴക്കാലത്ത് നമുക്ക് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാകും. യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല, ചെളിയാണ് നല്ല രീതിയിൽ തെറിക്കുന്നുണ്ട്. ഫ്രണ്ടിൽ നിന്ന് തെറിക്കുന്നുണ്ട്, ബാക്കിൽ നിന്ന് തെറിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നല്ല വീല് ഗ്യാപ്പ് ഉള്ളതുകൊണ്ടും നല്ല ടയർ നല്ല വീതി ഉള്ളതുകൊണ്ട് ഇങ്ങനെ തെറിക്കുന്നുണ്ട്. നമ്മളൊരു ടയർ ഹഗർ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പ്രശ്നം നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഫസ്റ്റ് ഒരു ടയർ ഹഗർ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് ഒരു കാര്യം ചോദിക്കുകയാണ്, ട്രയംഫിന്റെ വണ്ടിയാണ്, സ്പീഡ് 400 ആണ്, ഒരു 400cc വണ്ടിയാണ്. പക്ഷെ എന്നിട്ടും ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ വളരെ പുറകിലാണ് സ്പീഡ് 400. അതിപ്പോ നമുക്ക് ഫീച്ചേഴ്സ് 400cc സെഗ്മെന്റിൽ ഫീച്ചേഴ്സ് ഒന്നും തന്നെ ഇല്ലാതിരുന്ന 2 വണ്ടികൾ, ഒന്ന് ഡൊമിനാറും ഒന്ന് സ്പീഡും തന്നെയായിരുന്നു. അപ്പൊ അതിൽ ഡൊമിനാറിന്റെ പുതിയ വർഷം വന്ന ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അങ്ങനെയൊക്കെ കുറച്ചൊക്കെ ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എപ്പോഴും സ്പീഡ് 400 വേറെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പൊ ആ ഒരു കാര്യത്തിന് അങ്ങനെ നോക്കി കാണുന്നുണ്ട്. കാരണം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങി എൻഡോർക്കിൽ നോക്കിക്കഴിഞ്ഞാൽ വരും ഇതിനേക്കാളും ഇരട്ടി ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പം അങ്ങനെ കാണുമ്പോൾ ഇത്രയും പൈസ മുടക്കി ഇത്രയും ഒരു 400cc വണ്ടി എടുത്തിട്ട് ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ എങ്ങനെ കാണുന്നു? ഫീച്ചേഴ്സിന്റെ അതിൽ കുറവ് തന്നെയാണ്, പക്ഷെ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ പിന്നെ ഈ ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ കുറവ് വന്ന കാര്യം ഒരു മോഡിഫിക്കേഷനിലൂടെ പരിഹരിച്ചിട്ടില്ലേ? അത് മാറ്റിയിട്ടുണ്ട്. അത് നമ്മൾ വണ്ടിയിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു കാർപ്ലേ ഡിവൈസ് ആണ്. ഇത് നിങ്ങൾ ചിലപ്പോൾ വേറെ ആരുടെയെങ്കിലും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇത് നമ്മുടെ വണ്ടിയിൽ ഇരുന്ന സെയിം അവോസിയുടെ C6 Pro ആണ്. അപ്പോൾ കാർപ്ലേ ഡിവൈസ് ആണ് ഇത്. പരിപാടിയൊക്കെ ഇതിന്റെ ഫുൾ വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ഇങ്ങനെ ബോർഡ് സ്ക്രീൻ നമുക്ക് എന്ത് വേണമെങ്കിലും സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ വണ്ടിയിലാണെങ്കിൽ നമ്മുടെ പേരോ എന്ത് വേണമെങ്കിലും സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന്റെ കാര്യങ്ങൾ നമ്മളിത് ഇവിടെയാണ് ഫ്രണ്ടിലത്തെ ക്യാമറ വെച്ചിരിക്കുന്നത്. നമ്മൾ തന്നെയാട്ടോ സെറ്റ് ചെയ്തത്. ഞാനും ഇവനും കൂടി തന്നെയാണ് ഈ വണ്ടിയിലോട്ട് ഇത് സെറ്റ് ചെയ്തത് കേട്ടോ. ബാക്കിൽ ക്യാമറ വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്, ഞാൻ പിൻ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനത്തിന്റെ ഒരു റിവ്യൂ പെട്ടെന്ന് പറയുകയാണെങ്കിൽ യൂസ്ഫുൾ ആണോ? ഇത് യൂസ്ഫുൾ ആണ്, ഇത് കുഴപ്പമൊന്നുമില്ല. അതായത് നമുക്കങ്ങനെ പോരായ്മകളും അല്ലെങ്കിൽ വെയിലത്തിറങ്ങുമ്പോൾ കാണാൻ പറ്റാത്ത സിറ്റുവേഷൻ ഒന്നുമല്ല. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് കാര്യമൊക്കെ ഉണ്ട്. ഇതിപ്പോ ഒരു 2 മാസമൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോ നിലവില് ഇപ്പൊ ഇതിന്റെ ഒരു റിവ്യൂലോട്ട് പോകുന്നല്ല, എന്നാലും ഞാൻ പറയുകയാണ്, ഈ ഒരു സാധനം വെച്ചുകൊണ്ട് തന്നെ വണ്ടിയിൽ ഇല്ലാത്ത ഒരുപാട് ഫീച്ചേഴ്സ് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അത് പറ്റിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വണ്ടിയുടെ കുറച്ച് പോസിറ്റീവ് സൈഡും കൂടി പറഞ്ഞു.
പോസിറ്റീവായി എന്ന് പറഞ്ഞാൽ നല്ല നല്ല പവറാണ്, നല്ല ത്രോട്ടിൽ റെസ്പോൺസ് ആണ്. നമുക്ക് എവിടെയാണെങ്കിൽ ഓവർടേക്ക് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബ്രേക്കിംഗ് അതുപോലെ തന്നെ നല്ല ബ്രേക്കിംഗ് ആണ്. നമുക്ക് പെട്ടെന്ന് വണ്ടി പിടിച്ചിരുത്താനും പറ്റുന്നുണ്ട്. ഞാൻ ഇത് 80 ക്രൂസ് ചെയ്ത് പോയപ്പോൾ പെട്ടെന്ന് ഒരു വട്ടം ചാടി ഞാൻ പെട്ടെന്ന് തന്നെ പിടിച്ചിരുത്തിയാണ്. എല്ലാവരും പറയുന്നത് 80 പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചാൽ കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത് നല്ല രീതിയിൽ പിടിച്ചാൽ കിട്ടുന്നുണ്ട് 80 പോകുമ്പോൾ. അത് മാത്രമല്ല ബിൽഡ് ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ്. ഈ മിറർ കുത്തി വീണിട്ടുണ്ട്. ഒരാള് വണ്ടി ഒന്ന് തിരിച്ചതാ, പുള്ളിക്ക് പ്രതീക്ഷിക്കാതെ വെയിറ്റ് ആയതുകൊണ്ട് നേരെ അപ്പുറത്തേക്ക് അടിച്ചു വീണു. നേരെ വന്നിട്ട് ഇത് ഇടിച്ചിട്ടാണ് വീണേ. അപ്പൊ ഇത് പൊട്ടിപ്പോയെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇതിന് ഒരു കുഴപ്പമില്ല, ഇപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്ക് നല്ല ഈ ഒരു ഏരിയ കാണുമ്പോൾ നല്ലൊരു പ്രീമിയം ഫീൽ തന്നെ നമുക്ക് തോന്നും. ഇപ്പോൾ നേരിട്ട് കാണുമ്പോഴൊക്കെ തന്നെ എവിടെയെങ്കിലും വണ്ടിയൊക്കെ കൊണ്ടുവച്ചാൽ ബാക്കി വണ്ടീനൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രീമിയം ക്ലാസിക് ഫീലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. വെറുതെ ചോദിക്കുന്നതാണ്. ഇപ്പൊ ഒരു ട്രയംഫ് എന്നുള്ള സ്റ്റിക്കർ വണ്ടി കണ്ടില്ലെങ്കിൽ പോലും ആളുകൾ വന്നിട്ട് ബുള്ളറ്റ് ആണോ എന്ന് ചോദിക്കാറുണ്ട്. അത് ചോദിക്കാറുണ്ട്. ഇത് കോണ്ടിനെന്റൽ GT 650 നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് ബുള്ളറ്റ് അല്ലേ എന്ന്. പക്ഷേ ഈ ഒരു വണ്ടി കാണുമ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നത് ബുള്ളറ്റ് അല്ലേ. എന്നോട് ഒരാൾ ചോദിച്ചാൽ 100-ല് മിറർ ചെയ്താണോ. ഇതിന്റെ ഹെഡ് ലൈറ്റ് വിസിബിലിറ്റി എങ്ങനെയുണ്ട്? കുറവാണ്, നല്ല കുറവാണ്. ഫോഗലൈറ്റിന്റെ ആവശ്യമുണ്ട്. ഞാൻ ഇതിലൊരു 160 വരെ കയറിയിട്ടുണ്ട്. 160 വരെ നല്ല റോഡില്. നല്ല റോഡ്. ഞാൻ ആക്ച്വലി ഇത് ഒരു ഇഷ്യൂ വന്നിട്ടില്ല, ഒരു വൈബ്രേഷൻ പോലും വന്നിട്ടില്ല. നമ്മള് ഇപ്പൊ 40-ല് പോകുമ്പോ എത്ര ഫീൽ ആണോ അത് തന്നെ 80-ല് 100-ല് 200-ല് ഞാൻ ചുമ്മാ കൈ കൊടുത്തു നോക്കിയതാ. പെട്ടെന്ന് തന്നെ 160-ല് അവിടേക്ക് ഇങ്ങനെ കയറി. അപ്പൊ ഞാൻ 160 ആയി കഴിഞ്ഞപ്പോഴാണ് 160 ആയി എന്നുള്ള ഫീല്. അതായത് എനിക്ക് ഞാൻ വീട്ടിൽ നോക്കാണ്ട് നേരെ നോക്കിയാ ഓടിച്ചേ. അന്നേരം ഞാൻ ഇങ്ങനെ 100-ന്റെ മേളിൽ ആയിട്ടുണ്ടാവുള്ളൂ എന്നുള്ള തോന്നലായിരുന്നു. പക്ഷെ 160-ന്റെ അവിടേക്ക് ഞാൻ വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു. അന്നേരം ഇഷ്യൂസ് ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. ട്രയംഫിന് ഒരു സജഷൻ ചോദിക്കുവാണ്, അല്ലെങ്കിൽ ട്രയംഫിനോട് നീ ഒരു സജഷൻ പറയുവാണ്, ഇന്ന ചേഞ്ചുകൾ വണ്ടിയിൽ വരണം എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പറയാൻ പോകുന്നത്? ഫസ്റ്റത്തെ കാര്യം എനിക്കറിയാം, വണ്ടിയുടെ ആവശ്യത്തിനുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എങ്കിലും കൊടുക്കുക എന്നുള്ളൊരു എല്ലാ ഓണേഴ്സിന്റെ ഒരു സജഷൻ ആയിരിക്കും. പിന്നെ അത് കൂടാതെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്തായിരിക്കും? പിന്നെ എന്റെ സൈലൻസറിന്റെ ഇവിടെ കളർ മാറുന്ന ഇഷ്യൂ ഉണ്ട്. അത് കുറച്ച് നമുക്കിങ്ങനെ വൃത്തികേടായിട്ട് തോന്നണ പോലെ ഉണ്ട്, പഴയ ഫീല് തോന്നണ പോലെ ഉണ്ട്. അതിനി മാറി വരുമെന്നാണ് ഷോറൂമിൽ നിന്നും പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഇവിടുത്തെ ഈ വെള്ള സ്റ്റീലിന്റെ ഇതില്ലേ, അതിന്റെയും കളർ മാറുന്നുണ്ട്. പാണ്ട് പിടിക്കുന്ന അത് ഞാൻ ചോദിച്ചപ്പോ അവർ പറഞ്ഞാൽ ഇനിയും കളർ മാറും, അത് ചൂടടിച്ചിട്ട് മാറണേന്ന് പറഞ്ഞു. അപ്പൊ അതിനെന്തെങ്കിലുമൊക്കെ മാറ്റം കൊണ്ടുവരാണെങ്കിൽ കൊള്ളായിരുന്നു. പിന്നെ ഇതില് വേറെ വിഷയം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ട്രാഫിക്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ തേർഡിലൊക്കെ പോയിട്ട് നമ്മൾ പെട്ടെന്ന് ക്ലച്ചൊക്കെ പിടിക്കുന്ന സ്റ്റേജിൽ വണ്ടി ചിലപ്പോൾ ഓഫ് ആവണ സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ അത് എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. എനിക്ക് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അന്വേഷിച്ച് നോക്കിയപ്പോ എല്ലാ ട്രയംഫിലും വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഹീറ്റിംഗ് നല്ല രീതിയിലുണ്ട്. നമുക്ക് നിക്കറിട്ട് ഓടിക്കാൻ പറ്റില്ല, മുണ്ടിട്ട് ഓടിക്കാൻ പറ്റില്ല. ഹീറ്റിംഗ് ഉണ്ട്. അത് നിക്കറിട്ട് ഒട്ടും ഓടിക്കാൻ പറ്റില്ല. ട്രാഫിക്കിലാണ് പിന്നെ നോക്കിയേ വേണ്ട. വൺ ലൈനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി നല്ല വണ്ടിയാണ്. ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ വണ്ടി കുറച്ച് പുറകിലാണ്. പക്ഷെ അത് ഫീച്ചേഴ്സ് എന്തുകൊണ്ടാണ് കുറച്ച് എന്നുള്ള കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വണ്ടി അഫോർഡബിൾ ആവാൻ വേണ്ടിയിട്ടാണ് നോർമലി ഫീച്ചേഴ്സ് കുറയ്ക്കുന്നത്. അപ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പുതിയ ഡോമിനാറിന് ആൽഫ2 ടയറൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം MRF ടയർ കൊടുക്കുന്നത് വരെ നമ്മൾ പ്രൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചാൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതുപോലെ തന്നെ ട്രയംഫ് സ്പീഡ് 400 വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രയംഫിലെ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയ വണ്ടികളാണ് T4 ഉണ്ട്. പക്ഷെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് 400 കുറച്ചും കൂടി ഈ ഒരു പ്രൈസിങ്ങിൽ വരാൻ കാരണം ഇതുപോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കുറച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രൈസിങ്ങിൽ നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഈ ഒരു ഫീച്ചേഴ്സ് ഇവർ വേണ്ട എന്ന് മനഃപൂർവ്വം വെച്ചിട്ടല്ല. പിന്നെ ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി നല്ല വണ്ടിയാണ്. നിങ്ങൾ കുറച്ച് ഒക്കേഷണൽ ടൂറിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ സിറ്റി റൈഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ക്ലാസിക് പ്രീമിയം വണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പീഡ് 400 നല്ല ഓപ്ഷൻ ആയിരിക്കും. ഇനി സ്പീഡ് 400 ആണോ ഡൊമിനാർ 400 ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ടൂറിംഗ് ആണ് മെയിൻ ഓപ്ഷൻ എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡൊമിനാർ 400 തന്നെ നിങ്ങൾ നോക്കുക. പിന്നെ നമ്മളോട് മെയിൻ ആയിട്ട് ചോദിക്കാൻ സാധ്യത ഉള്ള ഒരു ചോദ്യമാണ് ഡൊമിനാർ വേഴ്സസ് സ്പീഡ് 400. അതുകൊണ്ട് ഞാൻ സിംഗിൾ ലൈനിൽ പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഒരു ഡെയിലി കമ്മ്യൂട്ടിംഗ്, ഒരു സിറ്റി റൈഡ്, ഒരു പ്രീമിയം ക്ലാസിക് ഫീൽ, ഇടയ്ക്കിടയ്ക്ക് നല്ലൊരു ടൂറിംഗ്, അത്യാവശ്യം പവർ പെർഫോമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്പീഡ് 400. അല്ല നിങ്ങൾക്ക് ടൂറിംഗ് ആണ് മെയിൻ ആയിട്ടുള്ളത്, കുറച്ചുകൂടി ഹൈവേ ക്രൂസിംഗിലൊക്കെ ഒരു എന്താ പറയാ ഒരു കിഡിലൻ ആ ഒരു ലെവൽ സാധനം എക്സ്പീരിയൻസ് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൊമിനാർ ചൂസ് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ഈ പുതിയതായിട്ട് വണ്ടി എടുക്കാൻ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവര് ഈ ഫിനാൻഷ്യലി EMI ഒക്കെ എടുക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ EMIയും വണ്ടിയുടെ മെയിൻ്റെനൻസും എല്ലാം കൂടി ഒരു മാസം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. പിന്നെ ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽഡ് വീഡിയോ, റൈഡ് വീഡിയോ ഇൻക്ലൂഡ് അല്ലാന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്നാലും അത്യാവശ്യം സ്പെക്കും കാര്യങ്ങൾ എൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ വെച്ചിട്ട് ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കയറി കണ്ടു നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ കാർപ്ലേ, ഇത് നമ്മൾ തന്നെ സെറ്റ് ചെയ്ത കാർപ്ലേ ആണ്. അപ്പൊ ഇതിന്റെ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ലിങ്ക് വേണ്ടവരെ കമന്റ് ചെയ്ത് അത് ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. നമുക്ക് നോർമൽ സൈറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും അത്യാവശ്യം നല്ലൊരു ഡിസ്കൗണ്ടിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ റിവ്യൂ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കേരള ടു ലഡാക്കിന്റെ വീഡിയോസ് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വ്യൂസ് വളരെ കുറവാണ്, കുഴപ്പമില്ല. പക്ഷേ നമ്മളൊരു പ്ലേലിസ്റ്റ് കിടക്കുന്നുണ്ട്. നിങ്ങൾ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ
വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നു നിലവിൽ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ മുംബൈ കഴിഞ്ഞിട്ടുണ്ട്, പഞ്ചാബ് വരെയുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നമ്മൾ റിവ്യൂസും ഓണർഷിപ്പ് റിവ്യൂസ് ഒക്കെ ആയിട്ട് വീഡിയോ ചെയ്തിട്ട് കുറച്ച് നാളായിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ അടിച്ചത്. കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്പീഡ് 400 ഒരു ഓണർഷിപ്പ് റിവ്യൂ. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഒരു ഓണർഷിപ്പ് റിവ്യൂ ആണ്. ഞാൻ കൂടുതലായിട്ട് ഇടപെട്ടിട്ടില്ല. കംപ്ലീറ്റ്ലി ഇതിന്റെ ഓണറിന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. ജെനുവിൻ എക്സ്പീരിയൻസ് ആണ്. ആൾക്ക് എന്താണ് ഈ 9 മാസം കൊണ്ട് ഫീൽ ചെയ്ത് ആ ഒരു കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. കൂടുതൽ എന്തെങ്കിലും വീഡിയോസ് സ്പീഡ് 400 റിലേറ്റഡ് ആയിട്ടോ വേറെ ഏതെങ്കിലും മോട്ടോർ സൈക്കിൾ റിലേറ്റഡ് ആയിട്ടോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. സോ ലെറ്റ്സ് സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.